ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലെ കലക്താങ് എന്ന സ്ഥലത്താണുള്ളത്. ഇതൊരു ചെറിയൊരു ടൗണാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ താമസിച്ചത് ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ടായിട്ട് ഒരു ചെറിയൊരു മൊണാസ്ട്രിയാണ്. അപ്പോൾ ഇന്നലെ അമ്മകൾ വന്നപ്പോൾ കുറച്ച് പിള്ളേരാണ് നമുക്ക് ഇവിടെ സെറ്റാക്കിയത് ഏട്ടാ. അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ റൂമും കാര്യങ്ങളും കിട്ടി. ഈ കാണുന്ന റൂമാട്ടാ. ഇവിടെ ഇടയ്ക്ക് ലൈറ്റ് വരും ലൈറ്റ് പോവും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കേട്ടോ. കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് ഓക്കെ. ഇതാണ്ട് നമ്മുടെ റൂം, നല്ല റൂമാണ്. ഞാൻ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാം അടക്കി ഒതുക്കിയിട്ടാണ്, കാരണം നമുക്ക് ഫ്രീ ആയിട്ട് വന്നുകൊണ്ട് നമ്മളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് വെച്ചേക്കണം. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് ഇറങ്ങുന്നതാണ്. എൻ്റെ സൈക്കിളൊക്കെ അടിയിൽ പാക്ക് ചെയ്തിട്ടുണ്ടാ, നമുക്ക് അങ്ങാടിലേക്ക് പോവാം. നമ്മുടെ സൈക്കിള് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങണേട്ടാ. നമ്മൾ താമസിച്ചത് ഇവിടെയാണ്, ഇതില്ലേ ഈ ഒരു മുറിയിലാണ് നമ്മൾ താമസിച്ചത്. അത്യാവശ്യം റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മഴ ചെറിയ രീതിയിൽ പൊടിയുണ്ടെന്ന് തോന്നട്ടാ. ഇതൊരു മൊണാസ്ട്രി ആട്ടാ. ഈ ഒരു മൊണാസ്ട്രിയിലാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആളാണ് ഈ ഒരു ഇവരെ എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇവരിവിടുത്തെ മെയിനാട്ടാ. അപ്പോൾ അവർ മോങ്കാണോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവരാണ് നമുക്ക് ഇന്നലെ താമസമൊക്കെ സെറ്റാക്കിയത്. നല്ല അടിപൊളി ആൾക്കാരാട്ടാ, നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നോട് പോകാൻ നേരത്ത് നല്ല രീതിയിലാണ് സംസാരിച്ചത്. നല്ല രീതിയിലേക്ക് യാത്ര ചെയ്യണം, കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. അത് വല്ലാത്ത സന്തോഷം തന്നെ ചേട്ടാ. ഞാൻ ഇന്നൊട്ടും പ്രതീക്ഷിക്കാതെ ആ പിള്ളേരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ഇവരെ പരിചയപ്പെട്ട് ഇവരെനിക്ക് ഇവിടെ സെറ്റാക്കി തന്നിട്ടാ. ഈ ഒരു ടെമ്പിളിൽ, അതായത് ഈ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ മെയിൻ ഇൻചാർജാണ് അവർ. മൊണാസ്ട്രി ആട്ടത്, മൊണാസ്ട്രിയുടെ മെയിൻ ഇൻചാർജാണ്. അപ്പോൾ അവരുടെ വീട് ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറത്തെ യാത്രയുണ്ട് നാട്ടെ പറയട്ടെ. റാങ്ങൊക്കെ കഴിഞ്ഞ് പോകണം. അപ്പോൾ നല്ല സന്തോഷം. പിന്നെ ഈ കാണുന്ന കല്ലുകളൊക്കെ അല്ലേ, ഇന്നലെ രാത്രി ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ചെറുതായിട്ട് സൗണ്ടൊക്കെ കേട്ട്, പക്ഷേ ഇതാർന്ന് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. താങ്ക് യു ഫോർ യുവർ കൈൻഡ് വിസിറ്റ്. ഓക്കെ, അതിലിവിടെ ഒരു സ്തൂപമൊക്കെയാണ് കേട്ടോ. മക്കളെ ഈ കാണുന്നതാണ് കേട്ടോ കലക്താങ് എന്ന് പറഞ്ഞ ടൗൺ കേട്ടോ. ഓക്കെ, വലിയൊരു ടൗണാണ്. ഇവിടെ നിന്ന് നമുക്ക് ഫുള്ളിങ്ങനെ ആ ഒരു മലയിൽ കോട വന്നേക്കണ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെയും ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, അവിടെയും ഒരു മൊണാസ്ട്രി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നൊരു ഗ്രൗണ്ടില്ലേ, ഇവിടെ ഒരു ഹെൽപ്പ് പാഡ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ അവിടെ ടെൻ്റ് അടിക്കാനല്ലാന്ന് ചോദിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ ടോപ്പിൽ ടെൻ്റ് അടിച്ചിട്ട് രാവിലത്തെ വ്യൂ കാണാമല്ലാന്ന് ചോദിച്ചതാണ് കേട്ടോ. പക്ഷേ അതെന്തായാലും നന്നായിട്ട് അടിപൊളി വ്യൂ അല്ലേ കാണാൻ വേണ്ടി. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഇറങ്ങി വേണം പോകാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തവാങ്ങിലേക്കുള്ള റൂട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലോണം കയറാനുണ്ട് കേട്ടോ, ഉപ്പാടുള്ളത്. എന്തായാലും പയ്യെ ഇറങ്ങുന്ന വീഡിയോസൊന്നും ഞാൻ എടുക്കാനുള്ള കാരണം ഫോണൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഞാൻ ഈ വീഡിയോസിലൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകട്ടെ. गुड मॉर्निंग। हाँ निकल गया। हाय, अब कहाँ से आया यहाँ पे? अच्छा ओके, जाएगा फिर मिलेंगे। ओके, सी यू। ഇതാണ്ട കലക്താങ് എന്ന് പറഞ്ഞാൽ ടൗൺ, അതിൻ്റെ അടിയിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇവിടെയൊക്കെ ഫുള്ളിങ്ങനെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സ് കണ്ടില്ലേ, വിൻ്ററിനുള്ള ഡ്രസ്സ്, ചെരുപ്പ്, അതുപോലെ തന്നെ ബിയറ്, കള്ള് എല്ലാം ഉണ്ട് കേട്ടോ. ലിക്കറൊക്കെ എല്ലാം കിട്ടും ഇവിടെ. എല്ലാ കടകളിലും ലിക്കറുണ്ട് കേട്ടോ. അതായത് ചെറിയ ചെറിയ കടകളായിക്കോട്ടെ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും കേട്ടോ ലിക്കർ. കണ്ടില്ലേ എന്തോരം ലിക്കർ ഷോപ്പുകളാണ്. നമ്മൾ ചെറിയ തട്ടുകടയിൽ പോയി കഴിഞ്ഞാലും ഇവിടെയൊക്കെ നമുക്ക് ലിക്കർ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ബിയർ, എല്ലാ സംഭവവും കിട്ടും. ഇതൊക്കെ കണ്ടില്ല, ഫുള്ളി ഇങ്ങനെ ടിബറ്റൻ ഫ്ലാഗ് ആണ് കേട്ടോ. ഇവരുടെ മന്ത്രങ്ങളാണ്. പിന്നെ അത് ഗ്യാരേജൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങ് പോയിട്ട് നമ്മൾ മേലിലേക്ക് കയറാനുണ്ട്. പിന്നെ അതേ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ടാണ്, പക്ഷേ എനിക്ക് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. ഇവിടെ 4 മണി കഴിഞ്ഞപ്പോൾ ഇരുട്ടായി തുടങ്ങിയ നാട്ടിൽ ഇവിടെ ചെറിയൊരു സ്തൂപമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ഒരു ബ്രിഡ്ജ് പഴയതാണ് കേട്ടോ. ഇവിടെ കൂടി ഒന്നും വണ്ടി എടുക്കാൻ പറ്റില്ല. അതിന് പകരം വന്ന പുതിയ ബ്രിഡ്ജാണ് കേട്ടോ കാണാത്. ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്കായിട്ട് പോണതാണ്. കൂടുതൽ ആൾക്കാർ ഇവിടെയൊക്കെ റൂം എടുക്കാറുണ്ട്. നമുക്കിത് വേണമെങ്കിൽ അടിയിലേക്ക് ഇറങ്ങിപ്പോവാം. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇല്ലാട്ടോ, കുറച്ച് റിസ്ക് ആണ്. പക്ഷെ സെറ്റാണ് കേട്ടോ മക്കളെ. വേണമെങ്കിൽ അടിയിലേക്ക് ഇറങ്ങിച്ചില്ല കേട്ടാ. പക്ഷേ കുറച്ച് പണിയാണ് ഇറങ്ങാൻ വേണ്ടി. ഞാൻ അത് കാരണം ഇറങ്ങിയില്ല കേട്ടാ.
നമ്മൾ പോണ വഴിക്കൊക്കെ ഇതേപോലെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എല്ലാം നമ്മൾ കണ്ടൊക്കെ പോവുള്ളൂ. പക്ഷെ തവാങ്ങിൽ മഞ്ഞ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകുന്നതാണ് ഇപ്പോഴും നമ്മൾ അറിവ് കേട്ടത് കേട്ടാ. അറിയില്ല, എന്തായാലും നമുക്ക് പോകണോട്ടാ. ഇതിൽ പറയണത് വഴികൾ മഞ്ഞിൽ മൂടുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണ്ടേ. നമ്മളെ ഇന്നലെ വന്നത് ഈ ഒരു വഴിയാണ്ടാ, അതായത് ഈ ഒരു ഇറക്കത്തിൽ നിന്നാണ് നമ്മൾ വന്നത്. ഈ റൂട്ട് ആസാമിലേക്ക് പോണ റൂട്ടും ഇത് നമ്മൾ തവാങ്ങിലേക്ക് പോണ റൂട്ടും കേട്ടാ. ഈ റൂട്ടാണ് നമ്മൾ കയറേണ്ടത്. പിന്നെ ഇതിപ്പോ നല്ല കയറ്റമുണ്ട് കേട്ടാ. വെൽക്കം ടു ഹായ് ഭയ്യ. ടൂറിസ്റ്റുകളായിട്ട് പോണതാട്ടാ. ഇവരൊക്കെ യാത്രയൊക്കെ അതിന് തിരിച്ച് പോണ റൂട്ടാണ്. എന്താ പറയാ, നല്ല സന്തോഷം കേട്ടാ. ഞാൻ ഈ ഇത്രയൊക്കെ സന്തോഷിക്കണത് ചില സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാട്ടാ. അന്ന് ഈ ലഡാക്കിലൊക്കെ പോകുമ്പോൾ വല്ലാത്ത സന്തോഷം. കാരണം നല്ല കയറ്റമാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഈ കാണുന്ന കാഴ്ചകളില്ല, അല്ലെങ്കിൽ ആ ഒരു റൂട്ടില്ലേ, അതൊക്കെ കാണുമ്പോൾ അല്ലാതെ ഹാപ്പി ആയിട്ടാ. പിന്നെ അതുപോലെയുള്ള മനുഷ്യരി എന്താ പറയണമെന്ന് അറിയില്ല കേട്ടോ മക്കളെ. ഞാനെപ്പോഴും ഇത് തന്നെ പറയണത്. ഇത് നോക്കിയേ, ഒരു മത്തങ്ങ താഴെ നിൽക്കണത് ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കണേണ്ട, ചതഞ്ഞിരിക്കണേണ്. ഇതുണ്ടല്ലോ, ഇത് മൊത്തം തക്കാളി കൃഷി വേണ്ട. ഇന്നലെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ കൃഷീൻ്റെയൊക്കെ വീഡിയോയും പിന്നെ അവർ പാക്ക് ചെയ്യണ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് അവർ ഇങ്ങനെ വെള്ളമെടുത്തിട്ട് നേരെ കൊട്ടയിലാക്കിയിട്ട് ആസാമിലേക്ക് കയറ്റി വിടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ആസാമിലേക്കാണ് കൂടുതൽ പോകണമെന്ന് അവർ പറഞ്ഞു കേട്ടോ. ഇവിടെയൊക്കെ തക്കാളിക്ക് വളരെ വിലക്കുറവാണ്. കയറ്റമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ കിടക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇവിടെ നമ്മളിനി ഷെയർഗോൺ പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. ഇന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. കണ്ടില്ലേ, ആ മലയിലൊക്കെ കോളാണല്ല, അടിപൊളിയാണ് കേട്ടോ. വളവുകളിൽ ഇതേപോലത്തെ ഒരു മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ, 180 ഡിഗ്രി, അല്ലെങ്കിൽ വണ്ടി ഇടിക്കും. കണ്ടില്ലേ, ഫുള്ള് കൃഷിയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം മത്തങ്ങയുണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, തക്കാളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോസിൽ നമ്മളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണാം കേട്ടോ. ശരിക്കും നല്ലൊരു ഭംഗിയാണ് ഈ ഒരു തക്കാളിത്തോട്ടങ്ങൾ കാണാൻ വേണ്ടി. നോക്കിയാൽ ഫുള്ള് കോടി ഇങ്ങനെ തക്കാളി കൃഷിയിലേക്ക് ഇങ്ങനെ വന്നേട്ടാ. ഈ ഒരു തണുപ്പ് കൊണ്ടാണ് ഇത് വളരണത് കേട്ടാ. അടിപൊളിയാട്ടെ. ഇവിടെയൊക്കെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല തക്കാളി കൃഷിയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ വേറെ ക്യാബേജ്, ബീൻസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കൂടുതൽ കണ്ടേക്കണം ഇത് മാത്രമേ ഉള്ളൂ കണ്ടേക്കണം. അടിയിലൊക്കെ ഉണ്ട്, ഈ കാണുന്ന അടിയിലൊക്കെ കൃഷിയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്താ കാട് പിടിച്ച് കിടക്കണ പോലെയൊക്കെ തോന്നണം കേട്ടോ. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ പോകണേ ഉള്ളൂ തിരിച്ച്. ഇതൊക്കെ ഉണ്ട്, തക്കാളി ഇങ്ങനെ കേടായതൊക്കെ ഉണ്ടാ. ഇതിൽ നല്ലതും ഉണ്ട്, ചെറിയ രീതിയിൽ ചളങ്ങിയതും അതൊക്കെ എല്ലാം ഇവർ മാറ്റിയിട്ടേക്കണ്ട്. ഇതൊന്നും ഉപയോഗിക്കില്ല കേട്ടാ. പക്ഷേ ഇവർ കൊടുക്കണം നല്ലത് മാത്രമേ, പൊട്ടാത്ത മാത്രമേ കൊടുക്കുകയുള്ളൂ. നമ്മളെ പോണ വഴിയാണ്ടാ. ഇവിടെ ഒരു ബുദ്ധയുടെ ഒരു ചെറിയൊരു ചിത്രം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കല്ല് കൊത്തി വെച്ചേക്കണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ദലൈലാമയുടെയൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് മൊത്തം അലങ്കരിച്ചേക്കണത് ഇവിടെ ഈ ഒരു ടിബറ്റൻ മന്ത്രങ്ങൾ കൊണ്ടാണ്ടാ. പിന്നെ അതുപോലെ ഇവിടെ വെള്ളം ഫില്ല് ചെയ്യണമെങ്കിൽ വെള്ളം ഫില്ല് ചെയ്യാം. ഇതൊക്കെ കുടിവെള്ളം ഉണ്ട്. ഇത് നേരെ മലയിൽ നിന്നൊക്കെ ഒഴുകി തന്നെ വെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. അതിനുള്ള സെറ്റപ്പൊക്കെയാണ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നല്ല കയറ്റമാണ്. നമ്മളിങ്ങനെ പയ്യെ നിന്നാണ്ട പോണത്. നമുക്ക് ഒരുപാട് കിലോമീറ്റർ ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. കൂടി വന്നാൽ 10, 20, 30 വല്ലപ്പോഴും കവർ ചെയ്യാൻ പറ്റിയ കവർ ചെയ്ത്. കാരണം മാക്സിമം പോണേക്ക് എക്സ്പ്ലോർ ചെയ്താണ് നമ്മൾ പോണേട്ടാ. ഇതൊക്കെ കണ്ടില്ലേ, ടൂറിസ്റ്റുകൾ പോണതാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഗതാഗത സർവീസ്. ടാക്സി ഉണ്ട്, പിന്നെ ഇതുണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണേക്ക് ഒരാളെ കണ്ടുപിട്ടിയേട്ടാ. അപ്പോൾ അവിടെ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഹായ് ഭയ്യ, അവക്കാനൊക്കെ ആൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഓക്കെ 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 ഹായ്. आपका नाम क्या है दीदी? सिंगल माँ. ये तो आपका खेत का है. ये तो आपका खेत का है पूरा. आपका खेत है ऊपर में. अच्छा अच्छा साइकिलिंग करके आएगा. പേര് ഭക്ഷണം തന്നെയാണ്. मैं तो 15 महीने हो गया. അപ്പോൾ ഒരു ഭക്ഷണം തന്നേക്കണേ. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇവൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. ഇവരാണ്ടാ നമുക്ക് ഭക്ഷണമൊക്കെ തന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇവരിവിടെ ഇങ്ങനെ തക്കാളികൾ ഇങ്ങനെ കിലോ ഇങ്ങനെ തൂക്കിയിട്ട് ഇവിടെ വെക്കും കേട്ടോ. ഇത് 25 kg ആണ്.
एक ट्रे में 25 kg ആണ്. 25 കിലോ ആണ് കേട്ടോ ഒരു ട്രെയിലുള്ളത്. അതിങ്ങനെ തൂക്കി തൂക്കി നോക്കും. നമ്മൾ ഇവിടുന്ന് ഇറങ്ങണ കേട്ടാ. അപ്പോൾ ദീദി ഓക്കെ താങ്ക് യു. ഓക്കെ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടാ. ओके भैया जाएगा. ഓക്കെ മിലേങ്കെ താങ്ക് യു. നമ്മളെ വന്ന ടൈമിൽ കണ്ടുമുട്ടിയാട്ടോ അവരാ. അപ്പോൾ അവരെന്നെ വിളിച്ചിരുത്തി ഫുഡ് തന്ന് നല്ല ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാവുന്ന കേട്ടാ. അടിപൊളിയാണ് കേട്ടാ. ഇവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ വെച്ച ഫുഡാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ അവർക്കൊരു തക്കാളിയുടെ കൃഷി ഫാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് തക്കാളി കാര്യങ്ങളൊക്കെ എടുത്ത് ഇവർ തക്കാളിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവർ കിലോ കണക്കിന്, അതായത് 25 കിലോ ഒരു കൊട്ടയിലാക്കും. എന്നിട്ട് നേരെ ആസാമിലേക്ക് കയറ്റി വെക്കുമെന്നാണ് പറഞ്ഞ. അപ്പോൾ അവർ അടിപൊളി ആൾക്കാരാണ് കേട്ടാ. എന്താ പറയുക, നമ്മൾ ആസാമിൽ അരുണാചലിൽ കയറിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നല്ലൊരു ഫാമിലിനെ കാണുന്നതും അവർ നമ്മൾ ഇത്ര നല്ല രീതിയിൽ സൽക്കരിച്ചു കേട്ടാ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടാ. അപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഇങ്ങനെ തക്കാളിയൊക്കെ ചീഞ്ഞപ്പം കേട്ടാ. ഞാനൊരു കിടിലൻ വ്യൂ കാണിച്ചുതരാം. ഇത് നോക്കിയേ, എൻ്റെ മോനെ ഫുള്ളിങ്ങനെ കൂടെ വന്നിട്ടിരിക്കണേ കേട്ടാ. അടിയിലൊക്കെ നോക്കിയേ ഫുള്ള് കൃഷിയാണ് കേട്ടാ. ഇത് ക്യാബേജാണ്, ക്യാബേജിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത്. ക്യാബേജൊക്കെ ഉണ്ടായി തന്നെ ഉള്ളൂ കേട്ടോ. കണ്ടില്ല, ചെറുതാണെല്ലാം. കുറേയൊക്കെ ഉള്ളതൊക്കെ ഇവർ പറിച്ചിട്ടാ. പക്ഷെ എന്ത് കാലാവസ്ഥയെന്ന് നോക്കിയ മക്കളെ നിങ്ങൾ. പക്ഷെ എൻ്റെ മോനെ നല്ല തണുപ്പുണ്ട് കേട്ടാ. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ പൊടിയുണ്ട് കേട്ടാ. മഴത്തുള്ളികൾ ഇതൊക്കെ പാട്ടൊക്കെ വേണ്ടിയിട്ട് വാലി. എനിക്ക് അങ്ങനെ പാട്ട് പാടാനൊന്നും അറിയില്ല കേട്ടാ. നമ്മൾ ചെറിയ രീതിയിൽ മൂളിപ്പാട്ടൊക്കെ പാടുമെന്നുള്ളൂ. അത് ഇതൊക്കെ ലോഡായിട്ട് പോണ വണ്ടികളാണ്ട് ഈ കാണുന്നത് കണ്ടില്ലേ. ഓരോ പച്ചക്കറികളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ആസാമിലേക്ക്. ഇത് നോക്കിയാൽ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ച സ്ഥലമുണ്ട്. ഇത് ഫുള്ള് കോട കൊണ്ട് മൂടി. എന്താ പറയുക, നല്ല അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ നോക്കിയേ, അവിടെ ഒരു ദീതി ഇപ്പം ഉണ്ട് കേട്ടാ. അതൊരു തുണിയല്ല കേട്ടാ, അതൊരു ദീതിയാണ്. അവിടെ ദീതി എന്തോ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃഷിയുടെ എന്തോ ഇത് ചെയ്തിട്ടുണ്ടിരിക്കണേ കേട്ടാ. പക്ഷെ അതൊക്കെ ഫുള്ള് ഇങ്ങനെ കോട കൊണ്ട് മറിഞ്ഞിരിക്കണേ കേട്ടാ. നമ്മുടെ ചെക്കൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചെക്കൻ ഇപ്പോൾ ഫുള്ള് കോടയിലായേനെ. പക്ഷെ കോട ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. നമ്മളങ്ങനെ പോകണേക്കിത് 2 മലയാളികളെ കണ്ടിട്ടാ. അവർ രണ്ടുപേരും ബൈക്കിന് നാട്ടിൽ നിന്ന് വന്നാണ്. ഹായ് ബ്രോ, എങ്ങനെ പേരൊന്ന് പരിചയപ്പെടുത്ത്? വൈഷ്ണവ്. എവിടെ, നാട്ടിലെവിടെ? കണ്ണൂര്. ബ്രോ എങ്ങനെ പേരെങ്ങനെ? നിതിൻ. പാലക്കാട്. അപ്പൊ നാട്ടിൽ നിന്ന് നിങ്ങൾ ബൈക്കിന് ഇറങ്ങിയല്ലേ? അപ്പൊ എത്ര നാളായി ഇപ്പൊ? 17 ദിവസം അല്ലേ? ഓ സെറ്റ്. ഞാൻ ശരിക്കും നിങ്ങൾ ആദ്യം കണ്ടില്ല. നിങ്ങളുടെ ബൈക്ക് ശ്രദ്ധിച്ചില്ല, കേല് ശ്രദ്ധിച്ചില്ല. നിങ്ങളെ കണ്ട് പിന്നീട് ഇങ്ങനെ നോക്കിയപ്പോൾ മലയാളിയാണെന്ന് മനസ്സിലായത്. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഗുവാഹത്തി, സിലിഗുരി, അങ്ങനെ. അപ്പം എന്തായാലും ബ്രോ എവിടെയൊക്കെ വെച്ച് കാണാം. നിങ്ങളെ കണ്ടതിന് ഭയങ്കര സന്തോഷം കേട്ടാ. ഓ ഇത് നോക്കിയാൽ നമ്മൾ നിൽക്കേണ്ട സ്ഥലം ഫുള്ള് ഇങ്ങനെ കോട വന്നേക്കണേ കേട്ടാ. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ്. ഈ കാണുന്നത് ക്യാബേജാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മേലിലൊക്കെ കാണുന്നത് കോട്ടേജുകളാണ് കേട്ടോ. ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. ഒരു പട്ടി നോക്കി. എനിക്ക് അത്യാവശ്യം രോഗമുണ്ട് കേട്ടോ. എനിക്ക് നല്ല തണുപ്പും കാര്യങ്ങളൊന്നും ഏൽക്കൂല. അത് കാരണം എടാ കുട്ടപ്പ ഇവിടെല്ലേ പേടിച്ചോടിപ്പോയി. അവൻ ഓടിപ്പോണേ. എന്താ നോക്കിയാൽ പയ്യെ കയറാട്ടെ. ഇനി ഇവിടുന്ന് ഷേർഗാവ് പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. ഷേർഗാവ് എനിക്ക് തോന്നുന്നത് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ. മക്കളെ നല്ലൊരു പണി കിട്ടിയേട്ടാ. ആകെ ഇടങ്ങേറായപ്പോൾ നമ്മുടെ സൈക്കിളിലതേ ഈ ഒരു സാധനമല്ലേ, ഇത് ഈയിടക്ക് മാറ്റിയതാണ്. ഇത് വീണ്ടും എന്തോ പണി കിട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടാ എന്താണ് ഇതിന് മാത്രം പണി എനിക്ക് കിട്ടുന്നതെന്ന്. ഇനിയിപ്പോൾ ഇത് തള്ളിക്കൊണ്ട് പോകണം. ഇവിടെ ഒന്നും സൈക്കിളിലെ കടയൊന്നും ഇല്ല കേട്ടാ. നമ്മളാകെ പെട്ടിരിക്കണേണ്. മറ്റേ കൈയൊക്കെ ഫുള്ള് ഇതായിട്ടാ. കാലാവസ്ഥയ്ക്ക് ഫുള്ളിങ്ങനെ തണുപ്പാണ്. കോട വന്ന് ഫുള്ള് നിറഞ്ഞിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഒന്ന് സെറ്റാക്കണം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, പറ്റാവുന്ന രീതിയിൽ. പക്ഷെ നടപടിയായില്ല. ആകെ പെട്ടേട്ടാ. ഇതും കൊണ്ടാണ് ഞാൻ തവാങ്കിലേക്ക് പോണേട്ടാ. എന്താവുന്നൊരു പിടുത്തമില്ല. എന്തായാലും നോക്കാം. നല്ല രീതിയിൽ ഇട്ടി തുടങ്ങിയേട്ടാ. ഇപ്പോൾ ഏകദേശം 5 മണിയായിട്ടില്ല, 5 മണി ആറായിട്ടുള്ളൂ കേട്ടോ.
സൈക്കിള് പണി കിട്ടി മക്കളെ, നല്ല രീതിയിൽ പണി കിട്ടി. ഞാൻ തള്ളിക്കൊണ്ടാണ്ട് യാത്ര. നാജിൽ വന്നിട്ട് ആദ്യത്തെ പെടൽ വിട്ടത് ഇവിടെ വെച്ചാണ്ട. ഇനി ഇവിടെ ഒന്നും കടകൾ കിട്ടില്ല, എന്തെങ്കിലും വഴി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പയ്യെ മുന്നോട്ട് തന്നെ പോകണം. പൊറോട്ട് വേണമെങ്കിൽ പോയി കഴിഞ്ഞാൽ ആസാമിൽ കൊണ്ടേ ശരിയാക്കാം, ഒരുപാട് ദൂരം പോകണം. അപ്പോൾ ഇനി പൊറോട്ട് പോകാൻ വയ്യ, നേരെ നമ്മൾ മുന്നോട്ട് തന്നെ വലിച്ചു പിടിക്കണേണ്ട. എന്തായാലും നോക്കാം. വണ്ടികൾ വന്നതൊന്നും പെട്ടെന്ന് അറിയില്ല കേട്ടോ. അവിടെ നിന്നൊരു വണ്ടി വന്നുണ്ട് ഉണ്ടല്ലേ, പക്ഷേ തിരിച്ചറിയില്ല കേട്ടോ പെട്ടെന്ന്. കാരണം ഫോഗ് അടിച്ചിരിക്കണുണ്ടല്ലേ, എൻ്റെ ഫോണിലൊക്കെ ഫുള്ള് ഫോഗ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് തന്നെ കേട്ടോ. ഫുള്ള് ഇതാണ്ട്, നല്ല ഫോഗാണ്. വണ്ടിയിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വന്നുകൊണ്ട് അറിയാൻ പറ്റാണ്ട്. നമ്മളിന്ന് എന്തായാലും കാണാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര ഫോഗാണ്. നമ്മൾ ഇത്ര നേരം വണ്ടി തള്ളിക്കൊണ്ടാണ് വന്നത്, സൈക്കിൾ തള്ളിക്കൊണ്ടാണ് വന്നത്. ഇപ്പം നമ്മൾ വന്നത് ഈ ഒരു ബൈക്കിലാണ് കേട്ടോ. ഈ ഒരു ബൈക്കിൻ്റെ ഓണർ എൻ്റെ സൈക്കിൾ തള്ളി പുറകിൽ ഭയങ്കര ലോങ്ങിൽ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ബൈക്ക് ഇവിടെ ഉണ്ട്, പുള്ളീൻ്റെ വണ്ടി കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ടാണ് ശേഷമാണ് വണ്ടി ഓടിക്കണം, ബൈക്ക് ഓടിക്കണത്. അപ്പോൾ പുള്ളി എത്ര വിശ്വാസത്തോടെയാണ് തന്നതെന്ന് ഞാൻ ആലോചിക്കണേ കേട്ടോ. അപ്പാച്ചിയാണ് പുള്ളി, ഒരു ആർമിയാണ് കേട്ടോ. പുള്ളി പാരാസെഫിൽ എന്തോ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ മൂപ്പര് എൻ്റെ സൈക്കിളിൽ തള്ളിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതേ ഇത്രയും വിശ്വാസമായിട്ടുള്ള ആളെ സമ്മതിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഫുഡ് വന്ന് മോമോസ്, റൈസ്, താലി. ओके हाय, आपका नाम? मेरा नाम तेंजिन। तेंजिन, ओके। ये गांव का नाम क्या है भाई? ये गांव का नाम तेंजिन गांव। तेंजिन गांव। और आपका नाम? मेरा नाम तेंजिन दापा। तेंजिन दावा, ओके। तेंजिन दापा TAKP। ഓക്കെ, താങ്ക് യു ബ്രോ. അപ്പോൾ ആളുടെ വീട്ടിലാണ് നമ്മളിന്ന് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാവരും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടാ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഒരാൾ തള്ളിക്കൊണ്ടുണ്ട്. ഭയ്യ, आपका नाम क्या है? मंगल तमंग। मंगल तमंग, अच्छा। अब ये गाँव का है? अच्छा, आप लोग दोस्त है ना? दोस्त लोग। अच्छा अच्छा, ഇതാണ്ട് പറഞ്ഞ ഗ്രാമം. फोगी तो बहुत है ना? अभी उस दिन तरफ तो भैया क्या धूप अच्छा दे रहा था। हाँ 5-6 दिन हो गया बारिश गिर रहा है अभी। हाँ, 5-6 दिन होगा। थोड़ा शांत हुआ मौसम। हाँ। थोड़ा सा शांत हो गया। कल तो बारिश था रात में. हाँ, ഇതാണ്ടാ ഇവരുടെ ഹോം സ്റ്റേ. അപ്പോൾ ഇവിടെ നമ്മൾ താമസിക്കണമെന്ന് സൈക്കിള് അകത്ത് കയറ്റി.